മഴക്കാലത്ത് നമ്മളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നമാണ് വണ്ടിയുടെ സീറ്റൊക്കെ ഈ പൂച്ചകളൊക്കെ വന്ന് എപ്പോഴേക്ക് കയറിയിട്ടുണ്ടായിരിക്കും. മഴയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഈ പഞ്ഞിയിലേക്കൊക്കെ വെള്ളം കയറി നമ്മുടെ പാൻ്റൊക്കെ ആകെ നനഞ്ഞൊരു വിധാവും. അപ്പോൾ സീറ്റ് കവർ മാറ്റാൻ തീരുമാനമായി. ഞാൻ നേരെ എടപ്പാൾ അങ്ങാടിയിലൊരു ഷോപ്പുണ്ട് കേട്ടോ. ഭയങ്കര പ്രൊഫഷണലാണ്. എനിക്ക് പണ്ടൊരിക്കൽ ഇങ്ങനെ മാറ്റി തന്നിട്ടുള്ളതാണ്. എൻ്റെ ഫാസിനോ വണ്ടിയാണ്. ആ വണ്ടിയുടെ സീറ്റ് കവറാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു അടയാളമൊക്കെ ഇട്ട് ആ മനുഷ്യത വളരെ വൃത്തിയായിട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അധികമൊന്നും മിണ്ടുന്നില്ല, മിണ്ടാതിരിക്കാൻ നല്ലത്. ഇനി ആ വാരട്ട ഭാഗത്ത് ആ മനുഷ്യൻ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഭയങ്കര പ്രൊഫഷണലാണ്. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ അടയാളമൊക്കെ വെച്ചിട്ട് ഇയാളൊരു മുറിക്കലുണ്ട്. ഒരു മുറിക്കല അതിൽ അടയാളം ചിലപ്പോൾ ഉണ്ടാവില്ല, പക്ഷെ സംഗതി കൃത്യമായിരിക്കും. ഇതിൻ്റെ അവസാനം വരുന്ന കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ വണ്ടിക്ക് കറുപ്പായിരുന്നു, പക്ഷെ അതൊന്ന് മാറ്റിയിട്ടേ കളറൊന്ന് മാറ്റി വയ്ക്കിയതാണ്. ഒരു രസത്തിന് എന്ത് കളറും കിടക്കട്ടെ വിചാരിച്ചു. ഇനി മുറിക്കുന്നതേ ആ ഫ്രണ്ട് ഭാഗത്തേക്കുള്ളതെന്ന് പറഞ്ഞേ. എനിക്കിത് എവിടേക്കാന്നുള്ളതൊക്കെ ലാസ്റ്റാണ് മനസ്സിലായി. എനിക്ക് മനസ്സിലായിരുന്നു കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ തന്നെ അടിപൊളി മെഷീനൊക്കെ ഉണ്ട്. കറുപ്പ് നൂലൊക്കെ ഇങ്ങനെ സെറ്റായിരിക്കുന്നുണ്ട്. എത്രയോ വണ്ടികൾക്ക് സീറ്റടിച്ച മെഷീനാണ്. ഇനി എൻ്റെ വണ്ടിയുടെ ആ സീറ്റ് ഊരെടുത്തുട്ടാ. ഞാൻ ആൾറെഡി ഇവിടുന്ന് മുമ്പൊരു സീറ്റ് ചെയ്തിരുന്നു. അത് ഈ പൂച്ച ഇത് മാന്തുന്നൊരു വലിയ പ്രശ്നമുണ്ട്. ഈ പൂച്ച മാന്താതിരിക്കാൻ എന്ത് ചെയ്യുന്നു വല്ല ഐഡിയ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാനത് വലിയ പ്രശ്നത്തിലാണ്. ഈ അപ്പം തന്നെ പുതിയ സീറ്റ് വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും പൂച്ച മാന്തും. അതിനെന്ത് ചെയ്യും എനിക്ക് ഒരു പിടുത്തം കിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് അറിയെങ്കിലും കമൻറ്റ് ചെയ്യണം. എന്നൊരു ഐഡിയ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. എന്തായാലും അതൊക്കെ പറിച്ചെടുക്കുക കേട്ടാ. ഒരു ദയയില്ലാത്ത പറിച്ചെടുക്കില്ല നമ്മുടെ വണ്ടിയുടെ സീറ്റ്. പക്ഷേ അദ്ദേഹത്തിന് അറിയാലോ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് കുഴപ്പമില്ല, അതൊക്കെ വൃത്തിയായിട്ട് വെട്ടിയെടുത്ത് കളയുന്നുണ്ട്. പരിപൂർണ നഗതനായപ്പോഴുള്ള അവസ്ഥയാണ് കാണാം കേട്ടോ. കൊള്ളാം. ഇനി അയാൾ എൻ്റെ വണ്ടിയിലേ കുറേ പഞ്ഞൊക്കെ പിച്ച് ചീന്തി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് എക്സ്ട്രാ പഞ്ഞൊക്കെ ഇട്ടിട്ട് അദ്ദേഹം ഒന്നുകൂടി ഗ്ലാമറാക്കി തരുന്നുണ്ട്. വണ്ടി ചൊങ്കനാവുള്ള ഏർപ്പെടാം. അങ്ങനെയൊക്കെ ചെയ്യണത്ര. അതിന് വേണ്ടിയിട്ട് കുറേ പഞ്ഞിയല്ല, സ്പോഞ്ചൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് തിരികെ വയ്ക്കുന്നുണ്ട്. അതൊന്നും നമ്മുടെ ഈ ഇതടിക്കുന്ന ചിലവിൽ പെടില്ല കേട്ടോ. അയാൾ പറഞ്ഞ തുക തന്നെ അതിനെ വാങ്ങിച്ചുള്ളൂ. വളരെ കുറച്ച് തുകയേ ഉള്ളൂ. ആ തുക തന്നെയാണ് ഇതിൽ വാങ്ങിച്ചിട്ടുള്ളൂ അയാൾ. ഇതിങ്ങനെ കുറേ ഏർപ്പാടുകളൊക്കെ എൻ്റെ വണ്ടിയിൽ ചെയ്തു. സീറ്റിൻ്റെ മേലെ കുറച്ച് സ്പോഞ്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ കുത്തിത്തിരികെ വെച്ച് തന്നു. പക്ഷേ അതിനൊന്നും അയാൾ എക്സ്ട്രാ ഫീസൊന്നും അദ്ദേഹം വാങ്ങിച്ചില്ല. ആൾ പട്ടാമ്പിക്കാരനാണ്. എടപ്പാൾ വന്നിട്ട് അങ്ങാടിയിലാണ് ഇദ്ദേഹത്തിന് ഷോപ്പുള്ളത്. ചിലർക്കൊക്കെ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ പലർക്കും മനസ്സിലായിരിക്കും. ചങ്ങാതിയെ നല്ല സർവീസാണ്. ഈ വെട്ടൽ നോക്കിയിട്ട് തന്നെ അത്ഭുതപ്പെടുത്തിയത് അതാ വെട്ടിക്കളയുന്നു. വളരെ അടയാളത്തിൽ മുറിച്ചത് അദ്ദേഹം ആ സീറ്റിന് മേലെ ആ റെക്സിന് വെച്ചിട്ട് ഒരു മുറിക്കലാണ്. നമ്മൾ വിടും എന്തപ്പോൾ ഈ മനുഷ്യൻ കാട്ടുന്നത്. ഇത് കൊണ്ടുപോയിട്ട് ഇനി മെഷീൻ്റെ മേലെയാണ് കേട്ടോ പരിപാടി. നല്ല കറുപ്പ് നൂല് കൊണ്ട് ഇങ്ങനെ വൃത്തിയായിട്ട് അടിക്കുന്നുണ്ട്. ഒരളവാണ് കേട്ടോ അതൊക്കെ. ഞാൻ അതാ പറഞ്ഞത്, അത് പ്രൊഫഷണൽ. അദ്ദേഹം ഭയങ്കര പ്രൊഫഷണൽ പറയാൻ കാരണം അതാ. നമുക്ക് നോക്കിക്കണ്ടാൽ മനസ്സിലാവുന്നത് ഒരല്പം ഗ്യാപ്പ് ഇട്ടിട്ട്, വളരെ തലപ്പത്തൊന്നുമില്ല, ഒരല്പം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ അടിക്കലല്ല. കാരണം അത് ഇനി തിരിച്ചു മറിച്ചിട്ട് വേറൊരു പരിപാടി, അപ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇത് കണ്ടില്ലേ, അത് നേരെ ഓപ്പോസിറ്റ് തിരിച്ച് ആഹാ വളരെ വൃത്തിയായിട്ട് അത് അടിക്കുന്നു. അതിനായിരുന്നു അദ്ദേഹം തുടക്കത്തിൽ ആ ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടത്. ഒരു പ്രത്യേക മെഷീൻ ഓണാക്കിയതാണ്. അത് ഈ പിന്നടിക്കാനുള്ള മെഷീനാണ്. ആ ഒരു ഇത് കണ്ടില്ല, ഉപകരണം.
അതിലേക്കിങ്ങനെ എയർ പമ്പ് ചെയ്യാനുള്ളൊരു മെഷീനാണത്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പിന്നൊക്കെ വെച്ചിട്ട് വലിയ സ്റ്റേപ്ലർ വെച്ചിട്ട് അതിൻ്റെ പവറിലാണ് അടിച്ചു വയ്ക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, നോക്കിക്കോ. അദ്ദേഹം അതടക്കണു, അതപ്പടയ്ക്കണം. യെസ്, അടിപൊളി. ഇതെവിടെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങാടിക്ക് എത്തി കഴിഞ്ഞാൽ ബ്ലോക്കിന് തൊട്ട് മുമ്പായിട്ട്, പഴയ ബ്ലോക്കിന് തൊട്ട് മുമ്പായിട്ട് ഒരു സീബ്ര ലൈന് കാണാം. അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ഷോപ്പുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ബോർഡും നമ്പറൊക്കെ ഉണ്ട്. ഇത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചിട്ടൊക്കെ സ്ഥലം ചോദിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് വരാം. എന്തായാലും അടിപൊളിയാണ്, നല്ല സർവീസ്, നല്ല ഭംഗിയുടെ ചെയ്ത് കാണാം. അദ്ദേഹം ചെയ്ത് വളരെ വൃത്തി പോലെ അദ്ദേഹം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് ചുമ്മാ എടുത്തിട്ട് നിങ്ങളിന്ന് കാണിക്കുക വെച്ചു. വലിയ വിലയൊക്കെ എടുത്ത് അടിച്ചു വെക്കാമെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ അതൊക്കെ തെറ്റായ ധാരണയാണ്. വരിക, അടിപൊളി കവറിലടിക്കുക.